ഉറവ പറ്റാത്ത കാരുണ്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഉദാത്തമായ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് മലയാള നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അഞ്ജന? പ്രത്യേകിച്ചും വയനാട്ടില് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായിട്ടുള്ള എത്രയോ സഹായ ഹസ്തങ്ങളാണ് നമ്മൾ ശരിക്കും ഈ ദുരന്തമുഖത്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് അല്ലേ? അതായത് ഒരു ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഓക്കെ ഇന്ന് അവിടെ പോയി സഹായിക്കാം എന്ന് കരുതിയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ല. ഇതൊക്കെ കുഞ്ഞുനാൾ മുതലേ മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന വലിയ വിശാല ഹൃദയത്തിന്റെ ചിന്തകളാണ്. തീർച്ചയായും കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അതുപോലെ നമ്മുടെ NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇതിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് വിശാലമാകുന്നതും ഇത്തരമുള്ള സമയങ്ങളിൽ എന്തും മറന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുവാനും ഒക്കെ അവരെ സഹായിക്കുന്നത്. അത്തരത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കഥ കൂടി ഇന്ന് ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഇത് കോഴിക്കോട് നിന്നുള്ള ഒരു സ്റ്റോറിയാണ്. അതെ, അതായത് നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പണ്ട് പഠിച്ചിരുന്ന ബാച്ചുകാർ ഒരുമിച്ച് കൂടാറുണ്ട്, റീയൂണിയൻ ആയിട്ട്. അപ്പോൾ ഇത് കോഴിക്കോട് മലബാർ സ്പെഷ്യൽ പോലീസ് 1999 ബാച്ചിലെ ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ചെയ്തൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരിചയമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കറക്റ്റ് അവരെല്ലാം കൂടെ ധനം സമാഹരിച്ച് ഒരു കുടുംബത്തെ രക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു. ശരിക്കും ഇത്തരത്തിലുള്ള നന്മ പ്രവൃത്തികളെ കാണുമ്പോൾ ഹൃദയ വിശാലതയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായും അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്ത്, ഇന്ന് ഓഗസ്റ്റ് 3 ഹൃദയ ദിനമാണ്, ദേശീയ ഹൃദയ ദിനമാണ്. അപ്പോ ഹൃദയം വിശാലമാകട്ടെ, ലോകത്ത് നന്മ പടരട്ടെ. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എല്ലാ സുമനസ്സുകൾക്കും റേഡിയോ മീഡിയ വില്ലേജിന്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാം ഹൃദയം വിശാലമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്.